പുതിയ പ്രോജക്റ്റ് ഇവിടെ നാട്ടിൽ തന്നെയല്ലേ മീര? അതെ ബീനാമേ. ഇവിടെ പ്രോജക്റ്റ് തുടങ്ങുന്നതൊക്കെ കൊള്ളാം. നോക്കാൻ ആളില്ലാന്നും പറഞ്ഞ് സൂരജിനെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കൊന്നും ചെയ്യരുത്. ഇപ്പൊ കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ പിന്നെയും പ്രേമം കല്യാണമെന്നൊക്കെ പറഞ്ഞ് അവളൊക്കെ ഇറങ്ങും. ഇല്ല, സൂരജിനെ വിളിക്കുന്നില്ല. ബീനാമ പേടിക്കണ്ട. എനിക്ക് പേടിയുണ്ടായിട്ടല്ല, വെറുതെ വഴക്കിടാൻ വയ്യ, അതുകൊണ്ടാ. വഴക്കും ബഹളവും ഒന്നുമില്ലാതെ സ്വസ്ഥതയും സമാധാനവും സന്തോഷമുള്ളൊരു ജീവിതം, അതല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതെ, അത് ബീന പറഞ്ഞത് നേരാ. പക്ഷേ ധന്യ അങ്ങനെയല്ല. വഴക്കും ബഹളവും ഇല്ലാതെ കിടന്നാ അവൾക്ക് ഉറക്കം വരില്ല. ദിവസം ആരോടെങ്കിലും ഒന്ന് വഴക്കിട്ടില്ലെങ്കിലേ അവൾക്ക് സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാ സൂരജിനെ കൊണ്ടുവന്ന് വെറുതെ നമ്മുടെ സമാധാനം കളയരുതെന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അത് ഞാൻ പറഞ്ഞല്ലോ ബീനാമേ. സൂരജിനെ അവിടെ നിന്ന് ഉടനെയൊന്നും എങ്ങോട്ടും ആദർശേട്ടൻ അയക്കില്ല. സൈറ്റിലെ കാര്യങ്ങളെല്ലാം സൂരജ് വളരെ ഭംഗിയായിട്ട് നോക്കുന്നുണ്ടെന്നാ ഞാൻ അറിഞ്ഞത്. അതല്ലെങ്കിലും അങ്ങനെയല്ലേ വരൂ. അവൻ മിടുക്കനാ, എന്റെ മോനല്ലേ അവൻ. മോൾക്ക് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ വേണ്ട ബീനാമേ, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. ഇപ്പൊ തന്നെയോ? അതെ അച്ഛാ, എനിക്ക് മുത്തശ്ശിയുടെ അടുത്തൂടെ ഒന്ന് പോണം. പുതിയ പ്രോജക്റ്റ് തുടങ്ങാൻ പോവല്ലേ, മുത്തശ്ശിയെ കണ്ട അനുഗ്രഹം വാങ്ങിക്കണം. അത് ഫോൺ വിളിച്ച് ചോദിച്ചാ പോരെ? വെറുതെ ആ വീട്ടിൽ പോയി കയറി ധന്യയുടെ അഹങ്കാര വർത്താനം കേൾക്കേണ്ട കാര്യമുണ്ടോ? എന്താ ബീന ഇത്? സാവിത്രി അമ്മ മീരയുടെ മുത്തശ്ശിയാ. ഓരോ നല്ല കാര്യത്തിനും തുടക്കമിടുമ്പോഴും കാരണവന്മാരുടെ അനുഗ്രഹം വാങ്ങിയിട്ട് തുടങ്ങണം. അങ്ങനെ തുടങ്ങുന്നതൊന്നും പരാജയപ്പെട്ടിട്ടില്ല. പൂർവികരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തോൽവി എന്നത് ജീവിതത്തിൽ ഒരിക്കലും അറിയേണ്ടി വരില്ലെന്നാ പറയുന്നത്. സാവിത്രി അമ്മയെ കാണുന്നതിനോ അനുഗ്രഹം വാങ്ങുന്നതിനോ എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോ അവിടെ ധന്യ ഉണ്ടാവും, വിദ്യ ഉണ്ടാവും. അതുകൊണ്ട് വിദ്യ മീരയെ ബ്രെയിൻ വാഷ് ചെയ്തതിന്റെ സംസാരമെല്ലാം കഴിഞ്ഞ വരവിന് മീര പറഞ്ഞത് ഓർമ്മയില്ലേ? അതൊക്കെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാ വെറുതെ അവിടെ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇനിയിപ്പോ അവരെന്തെങ്കിലും പറഞ്ഞാലും ഞാനൊന്നും കാര്യമായിട്ട് എടുക്കയില്ല. കാരണം ബീനാമയോട് ഇനി അതിനെപ്പറ്റി സംസാരിച്ചിട്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. ഇല്ല, ഒരു പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടെ അവരെന്ത് പറഞ്ഞാലും ഒരു ചെവി കൂടി കേട്ട് മറ്റേ ചെവി കൂടെ പുറത്തേക്ക് കളഞ്ഞേക്കാം. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ഛാ. ശരി മോളെ, പോയിട്ട് വാ. രണ്ടുപേരും പ്രാർത്ഥിക്കണേ. ഉറപ്പായിട്ട് പ്രോജക്റ്റ് ഒക്കെ നന്നായിട്ട് വരും. മോള് ധൈര്യമായിട്ട് പോ. എല്ലാം ഭഗവാൻ അനുഗ്രഹിക്കും. ശരി അച്ഛാ. ഒരു പ്രോജക്റ്റിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കാൻ മോളെ ഏൽപ്പിക്കാൻ ആദർശിന് മനസ്സ് വരണമെങ്കിൽ മീരമോളെക്കുറിച്ച് ആദർശിന് അത്രയും വിശ്വാസം ഉണ്ടാവണമല്ലോ. അല്ലെങ്കിലും മീര കഴിവുള്ള കുട്ടിയല്ലേ അമ്മേ. ആദർശ് ജയിലിലിരുന്നപ്പോ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ മീര തന്നെയല്ലേ നോക്കിയിരുന്നത്. അന്ന് ദേവ ബിൽഡേഴ്സിന് വന്നുപെടാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എല്ലാം മീര ഒറ്റയ്ക്ക് ഓടി നടന്നല്ലേ ശരിയാക്കിയത്. അതെ, മോള് ധൈര്യമായിട്ട് എല്ലാം ചെയ്തോളൂ. ഏറ്റെടുക്കുന്നതെല്ലാം വിജയമായിട്ട് തരാൻ ഭഗവാനോട് നന്നായി പ്രാർത്ഥിച്ചോളൂ. എന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും മോക്കുണ്ടാവും. മീര എന്ത് ചെയ്താലും അത് വിജയിക്കും. കാരണം മീരയ്ക്ക് ഗുരുത്വമുണ്ട്. എന്ത് നല്ല കാര്യം തുടങ്ങുന്നതിന് മുൻപും മീര ഇവിടെ വന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങാതെ തുടങ്ങാറില്ലല്ലോ. മീരമോള് ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം ഉള്ള കുട്ടിയാ. അതുകൊണ്ട് ഒരു കാര്യത്തിലും മോക്ക് വിഷമം ഉണ്ടാവാൻ ഭഗവാൻ സമ്മതിക്കില്ല. മുത്തശ്ശി, നമ്മുടെ കമ്പനിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആദർശേട്ടൻ അതിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് യാത്രയിലായിരിക്കും. അതുകൊണ്ടാ ഈ പ്രൊജക്ട് നോക്കാൻ എന്നെ ഏൽപ്പിച്ചത്. അതിനെന്താ, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു നിന്ന് വേണ്ടേ ഇനി എല്ലാം ചെയ്യാൻ? ഇനിയിപ്പോ അത് നിങ്ങളുടെ മാത്രം കമ്പനിയല്ലേ? അതെ, പിന്നെ ആദർശേട്ടൻ ഇപ്പൊ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രൊജക്ട് കുറഞ്ഞ റേറ്റിന് കൊട്ടേഷൻ കൊടുത്ത് പിടിച്ചതാ. നമ്മുടെ കമ്പനിയുടെ കേരളത്തിലെ ആദ്യത്തെ പ്രൊജക്റ്റ് ആയത്. അങ്ങനെ 2 ടെൻഷൻ എനിക്കുണ്ട്. അതിന് ടെൻഷൻ എന്തിനാ മീരെ? റേറ്റ് കുറച്ച് പിടിച്ചതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്താലും പ്രൊജക്ട് നഷ്ടത്തിലാവുന്ന ആദർശേട്ടൻ പറയുന്നത്.
പിന്നെ പ്രൊജക്ട് നന്നായിട്ട് പൂർത്തിയാക്കിയില്ലെങ്കിൽ കമ്പനിക്ക് ചീത്തപ്പേരും ആവും. അങ്ങനെയൊന്നും മോൾ ഇപ്പൊ ചിന്തിക്കണ്ട. നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ രീതിയിലും നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുക. 100% ആത്മാർത്ഥത നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടായ അതിന്റെ 10 ഇരട്ടി സഹായവും അനുഗ്രഹവും ഈശ്വരന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. അതിനെ നമ്മൾ യാദൃശ്ചികമെന്നോ അത്ഭുതമെന്നോ എന്തു പേരിട്ട് വിളിച്ചാലും അതെല്ലാം ഭഗവാന്റെ ലീലാവിലാസങ്ങളാ. അതെ മീരെ. പിന്നെ ചെലവ് കുറിച്ച് എങ്ങനെ ലാഭത്തിൽ വർക്ക് ചെയ്യണമെന്നറിയാൻ മീര മനോജേട്ടനോടൊന്ന് ചോദിച്ചാ പോരെ? മനോജേട്ടൻ അതിൽ എക്സ്പേർട്ട് അല്ലേ? പറഞ്ഞു തീർന്നില്ല, മനോജേട്ടൻ എത്തിയല്ലോ. എത്രയോ വർഷമായി ആവശ്യത്തിന് കാശ് കിട്ടാത്ത വർക്കുകളാണ് മനോജേട്ടൻ ചെയ്തിരുന്നത്. ഇപ്പോഴല്ലേ ഒന്ന് പച്ച പിടിച്ചത്. കുറച്ചു നേരമായി അമ്മാവ. മനോജേട്ടന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എന്റെ എന്ത് കാര്യമാ പറഞ്ഞോണ്ടിരുന്നേ? അതെ, മീരയുടെ പുതിയ പ്രോജക്റ്റ് റേറ്റ് കുറച്ചാ പിടിച്ചത്. അതുകൊണ്ട് നഷ്ടം ഉണ്ടാവുമെന്ന് പറയുന്നു. മനോജേട്ടൻ വിചാരിച്ച റേറ്റ് കുറച്ച് എങ്ങനെ ജോലി തീർക്കാൻ അറിയാൻ പറ്റുമെന്ന് പറയായിരുന്നു ഞാൻ. ഞാൻ ആദർശനെ കണ്ടിരുന്നു. കാര്യങ്ങളൊക്കെ ആദർശനോട് സൂചിപ്പിച്ചു. ആണോ? എന്നാ പിന്നെ ഈ പ്രോജക്റ്റ് സബ് കോൺട്രാക്ട് എടുത്ത് മനോജേട്ടനെ തീർത്തു കൊടുക്കായിരുന്നല്ലോ. പുതിയ കമ്പനിയിലെ കേരളത്തിലെ ആദ്യത്തെ പ്രോജക്റ്റാ. അത് സബ് കോൺട്രാക്ട് ചെയ്താൽ ശരിയാവില്ല. അത് മാത്രമല്ല, കുറഞ്ഞ റേറ്റിൽ പിടിച്ചിട്ടുള്ളതുവാ. ആദർശനാണെങ്കിൽ പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകളിൽ നല്ല ടെൻഷനും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സബ് കോൺട്രാക്ടിന്റെ കാര്യം പറഞ്ഞതും. മീരയ്ക്ക് പ്രോജക്റ്റ് മൊത്തമായിട്ട് നോക്കി പരിചയമൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ ചെയ്യാനാ? എന്നാലും മീര അതിന് റെഡിയായി തന്നെയാ നിൽക്കുന്നത്. അമ്മയുടെ അനുഗ്രഹം വാങ്ങി പ്രോജക്റ്റ് തുടങ്ങാൻ വേണ്ടിയാ മീര വന്നത്. ആഹാ, നന്നായി മോളെ. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചോ. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വിളിച്ചോളാം അമ്മാവ. എന്തായാലും എനിക്ക് അമ്മാവന്റെ സഹായം വേണ്ടി വരും. പ്രോജക്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ആദർശ എന്നെ ഫോണിൽ കിട്ടാൻ തന്നെ പാടായിരിക്കും. കാരണം ഹൈദരാബാദിലും ബാംഗ്ലൂരിലും ഒക്കെ സൈറ്റ് നിൽക്കുമ്പോൾ ആദർശേട്ടൻ ഫോണൊന്നും അങ്ങനെ അറ്റൻഡ് ചെയ്യാറില്ല. ഒരു കാര്യത്തിൽ സംശയം മാറ്റണമെങ്കിൽ അമ്മാവിനെ വിളിക്കാതെ എനിക്ക് നിവർത്തിയില്ല. മനോജ് ഇവിടെ ഉണ്ടല്ലോ. നിനക്കൊന്നിനെ കുറിച്ചും ആശങ്ക വേണ്ട. ധൈര്യമായിട്ടിരിക്കും മോളെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. വർക്കിന്റെ അപ്ഡേഷൻ ഞാൻ അറിയിക്കാം. ശരി മോളെ. ശരി ശരി മോളെ. എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും വരാതെ നോക്കണേ. അമ്മേ, എന്താ ബി? ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയോ? എന്താ കാര്യം? എന്നെ സംബന്ധിച്ച് സന്തോഷമുള്ളൊരു വാർത്തയാ. ഇനിയിപ്പോ അമ്മയ്ക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ദേ അബി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ചു പറ. എന്താ കാര്യം? മഹാദേവനങ്ങൾ ജാമ്യത്തിലിറങ്ങി. ഓ, അവന് ജാമ്യം കിട്ടിയോ? ഈ വാർത്ത അമ്മയ്ക്ക് സന്തോഷമാണോ ദുഃഖമാണെന്ന് എനിക്കറിയില്ല. പണ്ടായിരുന്നെങ്കിൽ അങ്കിളിന്റെ ഒരു ജലദോഷം വന്ന അമ്മയ്ക്ക് അത് സഹിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെ അല്ലല്ലോ. നീ പറഞ്ഞത് ശരിയാ. ഒരനുജനായിട്ടല്ല, മകനായിട്ടാ ഞാൻ മഹിയെ കണ്ടത്. ആ സ്നേഹത്തോടെയാണ് മഹിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുത്തത്. പക്ഷേ അവൻ എന്നോട് എൻ്റെ മകനോട് ചെയ്തത് ക്ഷമിക്കാവുന്ന കാര്യമല്ല. ആദർശിനെ അവൻ കാണുന്നത് സ്വന്തം മകന്റെ സ്ഥാനത്താണെന്ന വിശ്വാസമായിരുന്നു എനിക്ക്. പക്ഷെ അങ്ങനെയല്ല. അവനെ പിന്നിൽ നിന്ന് കുത്താനാണ് മഹി ശ്രമിക്കുന്നതെന്ന് നേരിട്ട് ബോധ്യമായ ശേഷം അനുജന്റെ പരിഗണന നൽകി സ്നേഹിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ദേഷ്യമൊക്കെ അമ്മയുടെ സംസാരത്തിലേ ഉള്ളൂ. സത്യത്തിൽ അമ്മയുടെ മനസ്സിലിപ്പോഴും അങ്കിളിനോട് സ്നേഹമാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ പിന്നെ അമ്മ എന്തിനാ അങ്കിളിന്റെ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത്? ഒരു കുറവും വരുത്താതെയല്ലേ ഇത്രയും നാളെ ആന്റിയെ മക്കളെ നോക്കിയത്. അത് ശരിയാ. മഹിയുടെ കുടുംബത്തിന് വേണ്ട എല്ലാ കാര്യവും ഞാൻ ഭംഗിയായി തന്നെ ചെയ്തു കൊടുത്തു. മഹി ചെയ്ത തെറ്റിന് മറ്റുള്ളവരെ ശിക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. ആ കുട്ടികളെ ജനിച്ചു വീണത് മുതൽ കാണുന്നതാ ഞാൻ. അവർ കഷ്ടപ്പെടുന്നത് കണ്ട് ആസ്വദിക്കാൻ മാത്രം ദുഷ്ടയൊന്നും അല്ല ഞാൻ. അതുകൊണ്ടാ എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ അവർക്ക് വേണ്ടി ചെയ്തത്. അതായിക്കോട്ടെ. അമ്മയുടെ ശരികൾ അമ്മ ചെയ്യുന്നത് പോലെ എനിക്കും എന്റേതായ ശരികളുണ്ട്.
എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാനും ചെയ്യും. ചെയ്യരുതെന്ന് ആര് പറഞ്ഞു? അല്ല, ഇനി പറയരുത്, അതുകൊണ്ട് പറഞ്ഞതാ. നീ എന്തോ മനസ്സിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത്. എന്താ കാര്യം അഭി? അത് പിന്നെ അങ്കിള് ജാമ്യത്തിൽ ഇറങ്ങിയ സ്ഥിതിക്ക് നമ്മുടെ കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യാനാണ് എന്റെ തീരുമാനം. അത് വേണ്ട, അത് ശരിയാവില്ല. അതെന്താ അമ്മേ? അങ്കിള് കുറ്റവാളിയാണെന്ന് കോടതി വിധിച്ചിട്ടൊന്നുമില്ലല്ലോ. ഒരു ക്രിമിനലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നല്ലേ ഉള്ളൂ. മഹിയാണ് ആ കൊലപാതകം ചെയ്തതെന്ന് പോലീസ് തെളിയിച്ചല്ലേ? ആ പേരിൽ തന്നെയല്ലേ ആദർശിനെ അറസ്റ്റ് ചെയ്തത്. എന്നിട്ട് ആദർശ് നിരപരാധിയാണെന്ന് തെളിഞ്ഞില്ലേ? അതുപോലെ നാളെ അങ്കിളും നിരപരാധിയായി മാറിക്കൂടാന്നില്ലല്ലോ. അല്ലെങ്കിലും അങ്ങനൊരു തെറ്റ് അങ്കിളിന്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ കോടതി ഒരാളെ തെറ്റുകാരനാണെന്ന് വിധിച്ച് ശിക്ഷിക്കുന്നത് വരെ ആ വ്യക്തിയെ കുറ്റവാളിയായി കാണേണ്ടതില്ല എന്നാണ് ഞാനും മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ കാര്യത്തിൽ നിന്റെ ന്യായവാദങ്ങളൊന്നും വേണ്ട അഭി. മഹിയെ നമ്മുടെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടതാണ്. ഇനി ഒരു തിരിച്ചെടുക്കൽ വേണ്ട. ഈ കാര്യത്തിൽ എനിക്ക് അമ്മയെ അനുസരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് പ്രശ്ന സമയത്ത് എന്നെ സഹായിച്ചിട്ടുള്ള ആളാണ് അങ്കിള്. അദ്ദേഹം ഒരു സഹായം ചോദിക്കുമ്പോൾ പറ്റില്ലെന്ന് പറയാൻ എനിക്കാവില്ല. ഞാൻ പറയുന്ന നീ മനസ്സിലാക്കബി. മഹി ഇനി ഈ കമ്പനിയിലേക്ക് വന്നാ അത് നമ്മുടെ കുടുംബത്തിന്റെ മനസ്സമാധാനം കളയും. എനിക്ക് വലുത് നമ്മുടെ കുടുംബമാണ്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ജീവനോടുള്ള കാലം സമ്മതിക്കില്ല. എന്ത് പ്രശ്നം? ഞാൻ എന്റെ പേരിലുള്ള സ്ഥാപനത്തിലേക്കാണ് അങ്കിളിനെ നിയമിക്കുന്നത്. അതിൽ മറ്റാർക്കും പ്രശ്നം ഉണ്ടാകേണ്ടതില്ല. അമ്മ ഈ എതിർക്കുന്നത് പൂർണ്ണമായി അങ്കിളിനോടുള്ള ദേഷ്യം കൊണ്ടല്ല എന്ന് എനിക്കറിയാം. അമ്മയുടെ ടെൻഷൻ ആദർശിനെ കുറിച്ച് ഓർത്തിട്ടാണ്. ആദർശ് ഇതറിഞ്ഞ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അമ്മയ്ക്ക് പേടിയുണ്ട്. അതല്ല ഈ എതിർപ്പ്. ആദർശ് അറിയുമ്പോൾ എന്ത് വിചാരിക്കുമെന്ന് എന്റെ മനസ്സിലുണ്ടെന്നത് ശരിയാണ്. എന്നാൽ ആ ഒരു കാര്യം കൊണ്ട് മാത്രമല്ല ഞാൻ മഹിയെ കമ്പനിയിൽ കയറ്റുന്നതിനെ എതിർക്കുന്നത്. പിന്നെ എന്താ കാര്യം? എന്റെ മകനെ കൊലക്കേസിൽ കുടുക്കാൻ നോക്കിയ ആളാ അവൻ. രക്തബന്ധത്തിന്റെ പേരിൽ മറ്റെന്തു മറന്നാലും അത് മറക്കാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ടുകൂടിയാ ഞാൻ പറയുന്നത്, നീ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം. ഞാൻ പറഞ്ഞല്ലോ അമ്മേ, എന്നോട് അങ്കിള് കാണിച്ച സ്നേഹത്തിന് തിരിച്ച് നന്ദി കാണിക്കാൻ എനിക്ക് ദൈവം തന്ന സമയം ഇത്. അതുകൊണ്ട് എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. ആ, ഞാനിന്ന് മനോജങ്ങളെ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ധന്യാൻ്റി എന്നെ കണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അത് കഴിഞ്ഞ് ആൻറ്റി വീട്ടിൽ ചെന്ന് എൻ്റെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു എന്ന് തോന്നുന്നു. അതായിരിക്കും അങ്കിൾ വന്ന് കണ്ട് സംസാരിച്ചത്. ആൻറ്റി പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുതെന്നും പറഞ്ഞു. ആദർശനെ കണ്ടെന്ന് അമ്മാവും പറഞ്ഞായിരുന്നു. മുത്തശ്ശിയെ കാണാൻ ഞാനിന്ന് അവിടെ പോയിരുന്നല്ലോ. തന്നെ കണ്ടപ്പോൾ ആൻറ്റി എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, വിദ്യയുടെ കാര്യം സാധാരണ പറയുന്ന പോലെ പറഞ്ഞെന്നേ ഉള്ളൂ. വിശാൽ വന്നിട്ടുണ്ടല്ലേ? ആ, പക്ഷേ ഞാൻ കണ്ടില്ല. വിശാലേണ്ണും വിദ്യയും പുറത്തു പോയിരിക്കായിരുന്നു. ആ, വിശാല. ഹലോ. ആ, വിശാലെ പറയൂ. വിശാലിൻ്റെ കാര്യം ഞങ്ങളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ആണോ? എന്താ പറഞ്ഞത്? മീര ഇന്നവിടെ വന്നിരുന്നല്ലോ. അപ്പോൾ വിശാലും വിദ്യയും അവിടെ ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ആ, മീര വന്ന കാര്യം ഞങ്ങൾ വന്നപ്പോൾ മുത്തശ്ശി പറഞ്ഞായിരുന്നു. പുതിയ പ്രോജക്റ്റ് നോക്കുന്നത് മീരയാണെന്നൊക്കെ പറഞ്ഞു. ആ, അതെ. ഇനി മീരയും കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യട്ടെ. ആ, അതൊക്കെ വേണ്ടത് തന്നെയാ. ആ, പിന്നെ ആദർശേട്ടാ, ഞാൻ ഇപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യം ചോദിക്കാനാ. എന്താ വിശാലെ? അത് വിദ്യയുടെയും സൂരജിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആദർശേട്ടൻ അറിയാമല്ലോ. ഇവിടെ വിവാഹത്തിന് അമ്മ വല്ലാതെ പ്രഷർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ അറിയുന്നുണ്ട് വിശാലെ. പിന്നെ വിദ്യ കുറച്ച് നിലപാടിൽ നിൽക്കുന്ന അത്രയും നാള് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് വീട്ടിലെ പ്രഷറൊന്നും അത്ര കാര്യമാക്കേണ്ട കാര്യമില്ല. അതെ, അത് ശരിയാണ്. എന്നാലും ഇതിനൊരു തീരുമാനമില്ലാതെ നീണ്ടുപോയാൽ എന്തു ചെയ്യും? ഇതിനൊരു അവസാനം ഉണ്ടാവണ്ടേ? വിശാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിപ്പോ ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചിട്ട് കാര്യമില്ലല്ലോ. സൂരജുമായിട്ട് സംസാരിച്ചാലേ അവൻ എന്താ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അറിയാൻ പറ്റൂ. സൂരജിനെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യാനും പറ്റുന്നില്ല.
സൂരജിന് 1-2 ദിവസത്തെ ലീവ് കൊടുത്ത് ഇങ്ങോട്ടേക്കൊന്ന് വിളിപ്പിക്കാമോ ആദർശേട്ടാ? വിശാലെ, പെട്ടെന്നങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം സൂരജുള്ള സ്ഥലം സിറ്റിയിൽ നിന്നും വളരെ ദൂരെയാണ്. അത് മാത്രമല്ല, അവിടുത്തെ കാര്യങ്ങളെല്ലാം ഇപ്പൊ സൂരജാണ് നോക്കുന്നത്. പെട്ടെന്ന് അവിടെ നിന്ന് സൂരജിനെ മാറ്റിയാൽ അത് കുഴപ്പമാവും. കുറച്ച് ദിവസം കഴിഞ്ഞ് വർക്ക് കുറച്ച് ദിവസത്തേക്ക് നിർത്തിവെക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ഒരു 4-5 ദിവസത്തേക്ക് സൂരജിന് വന്നിട്ട് പോകാൻ കഴിയും. അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കണം. ആ, അങ്ങനെയാണോ? ഓക്കെ ആദർശേട്ടാ, എങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. ആദർശേട്ടൻ പറഞ്ഞ പോലെ സൂരജ് വരുമ്പോൾ സംസാരിക്കാം. ഓക്കെ. ഓക്കെ. ആദർശേട്ടൻ എന്തു പറഞ്ഞു? സൂരജിനെ ഇപ്പോൾ അയക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. കുറച്ച് ദിവസം കഴിയുമ്പോൾ സൈറ്റിൽ പണി കുറച്ച് ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്യും. ആ സമയത്ത് 4-5 ദിവസത്തേക്ക് സൂരജ് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. ആശ്വാസായി. കേട്ടിട്ട് സൂരജിനാണ് പ്രോജക്റ്റിന്റെ എല്ലാ ചാർജുകളും കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അതെ, ആദർശേട്ടൻ കമ്പനിയിലെ പ്രശ്നങ്ങൾ കാരണം ടെൻഷനില്ല. സൂരജ് ഇപ്പൊ കർണാടകയിലുള്ളതുകൊണ്ടാ ആദർശേട്ടന് ഹൈദരാബാദിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റുന്നതെന്ന് സൂരജ് പറഞ്ഞായിരുന്നു. ശരിയായിരിക്കും. അവരുടെ പ്രശ്നങ്ങൾ നമുക്കറിയില്ലല്ലോ. നമ്മള് നമ്മുടെ വിഷമങ്ങളെക്കുറിച്ച് മാത്രമല്ലേ ചിന്തിക്കുന്നുള്ളൂ. അതെ. ആ, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ? ഇനി സൂരജ് വരുന്നവരെ ക്ഷമിക്കാം. അത് കഴിഞ്ഞ് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം, അല്ലേ? അങ്ങനെ ചെയ്യാം. വിശാലൻ എന്താ പറയുന്നേ? സൂരജിന് കുറച്ച് ദിവസത്തെ ലീവ് കൊടുക്കാമെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്തിനാ? അവർക്കെന്തോ പ്ലാൻ ചെയ്യാനാണ്. വിദ്യയ്ക്ക് സപ്പോർട്ടാ വിശാലേട്ടൻ. ധന്യമായി ഇതറിഞ്ഞാൽ വല്ലാണ്ട് വിഷമിക്കും. നമ്മുടെ കാര്യങ്ങളെല്ലാം ഞാൻ ഒരുവിധം ഒതുക്കി ശരിയാക്കിക്കൊണ്ട് വരിക. അതിനിടയിൽ സൂരജിന് ലീവ് കൊടുത്ത് ഇങ്ങോട്ട് വരുത്തിയ എല്ലാം അവതാളത്തിലാവും. ഈ സമയത്ത് എന്തായാലും അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല. വിദ്യ സൂരജിന്റെ കാര്യത്തിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അവരുടെ വിവാഹത്തെക്കുറിച്ച് ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല. ആദ്യം സൂരജ് വർക്ക് ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസ്ഥയിലെത്തട്ടെ. അപ്പൊ തന്നെ ഈ എതിർക്കുന്നവരൊക്കെ സൂരജിനെ അനുകൂലിച്ചു തുടങ്ങും. അതാണ് ശരിക്കും വേണ്ടത്. അതുകൊണ്ട് ഏതായാലും സൂരജിനെ തൽക്കാലം വിടാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. താൻ പേടിക്കണ്ട. ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് താൻ കേട്ടതല്ലേ. ഇതിന്റെ പേരിൽ അവർക്ക് ദേഷ്യമൊന്നും തോന്നില്ല. ആദർശേട്ടന് കമ്പനിയുടെ കാര്യത്തിൽ ടെൻഷൻ ഉള്ളതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ സൂരജിന്റെയും വിദ്യയുടെയും വിവാഹം നടത്താൻ എല്ലാവരെക്കാളും മുന്നിൽ ആദർശേട്ടൻ ഉണ്ടായിരുന്നേനെ. സാരമില്ല, എല്ലാം ശരിയാവും. എടോ, ഞാൻ ഉൾപ്പെടെ എല്ലാ മനുഷ്യരും സ്വാർത്ഥരാ. സ്വന്തം കാര്യവും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സന്തോഷവും കഴിഞ്ഞേ നമുക്കെല്ലാം മറ്റൊന്നും ഉള്ളൂ. ത്യാഗവും സേവനവും ചെയ്യുന്നുണ്ടെന്നൊക്കെ കൊട്ടിഘോഷിക്കുന്നവര് സ്വന്തം ആത്മസംതൃപ്തിക്കും സന്തോഷത്തിനും വേണ്ടിയാണ് ചെയ്യുന്നതെന്നും അതും സ്വാർത്ഥത തന്നെയാണെന്ന് മനസ്സിലാക്കുകയും വേണം. ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നവർ വിരലിലെണ്ണാവുന്നവരും ഉണ്ടാവും. അവരൊക്കെ അത്യപൂർവ ജന്മങ്ങളോ ഈശ്വര തുല്യരോ ആയിരിക്കും. ഞാനെന്തായാലും ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല. എനിക്ക് എൻ്റെ കുടുംബവും കമ്പനിയും കഴിഞ്ഞേ മറ്റെന്തോ ഉള്ളൂ. അത് മറന്ന് മറ്റാരെയും സഹായിക്കാൻ നിൽക്കാനുള്ള വലുപ്പമൊന്നും എൻ്റെ മനസ്സിനില്ല. സൂരജിന്റെയും വിദ്യയുടെയും കാര്യം പതിയെ പോസിറ്റീവായൊരു പര്യവസാനത്തിലേക്ക് എത്തിക്കോളും. ഇപ്പൊ ആദർശേട്ടൻ പറഞ്ഞതുപോലെ കമ്പനിയുടെ കാര്യങ്ങൾക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ്. ഇവിടുത്തെ പ്രൊജക്ട് ലാഭത്തിലാക്കാൻ വേണ്ട സഹായം അമ്മാവൻ ചെയ്തുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മാവന് ചെറിയ വർക്കുകൾ ചെയ്തും ലോ കോസ്റ്റ് പ്രൊജക്ടുകൾ ചെയ്തും പരിചയമുള്ളതുകൊണ്ട് ആ എക്സ്പീരിയൻസ് ഗുണം ചെയ്യും. തൽക്കാലം അത് വേണ്ട മീര. അതെന്താ ആദർശേട്ടാ? തൻ്റെ അമ്മാവനോട് ഞാൻ സംസാരിച്ചപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ സബ് കോൺട്രാക്ട് തരാൻ നിവൃത്തിയില്ലെന്നും കുറച്ച് പ്രോജക്റ്റുകൾക്ക് ശേഷം നോക്കാമെന്നും ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് വിഷമമൊന്നും ഉണ്ടാക്കിയില്ലെന്ന് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കണ്ട് എനിക്ക് തോന്നി. എന്നാലും അതിൻ്റെ ഒരു അകൽച്ച എന്തെങ്കിലും അങ്കിളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നമുക്ക് പാരയാവും. വെറുതെ റിസ്ക് എടുക്കണ്ട. അതിനിത് സബ് കോൺട്രാക്ട് കൊടുക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. വേണ്ടടോ, എന്ത് കാര്യമാണെങ്കിലും സഹായിക്കാനായി അടുത്തു കൂടുന്നവർ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ലാഭം പ്രതീക്ഷിക്കും.
ഒടുവിലത് കിട്ടാതെ വരുമ്പോൾ അതൊരു ദേഷ്യമായിട്ട് മാറും. വെറുതെ എന്തിനാ ഒരു ബന്ധുവിനെ കൂടി ശത്രുവാക്കുന്നത്? അമ്മാവൻ അങ്ങനെയൊക്കെ ഒരു ചിന്ത വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും വേണ്ടടും, വെറുതെ റിസ്ക് എടുക്കണ്ട. ഇതൊക്കെ തനിക്ക് തനിയെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി പറ്റാത്തത് എന്തെങ്കിലും വന്നാൽ എന്നെ വിളിച്ച് ചോദിച്ചാൽ പോരെ? ശരി ആദർശേട്ടാ, ആദർശേട്ടൻ പറഞ്ഞതുപോലെ ചെയ്യാം. അതാടോ നല്ലത്.